ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏകാദശി ദിനത്തിലെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പതിവ് പോലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് 2 വിളക്ക് കൂടുതലാണ് വെച്ചിട്ടുള്ളത്. അതായത് നമ്മൾ നിലവിളക്കും അതിന് തുണവിളക്കും ഇന്ന് കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകാദശിയാണ്. സ്വർഗ്ഗവാതിൽ ഏകാദശി അല്ലെങ്കിൽ വൈകുണ്ഠ ഏകാദശി എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ ദിവസം 5 തിരിയിട്ടിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യമാണെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതാണല്ലോ. അപ്പോൾ അന്ന് ഞാൻ ഒരു 5 തിരിയിട്ട വിളക്കൊക്കെ കൊളുത്തി വെച്ചതിന് ശേഷം ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒന്ന് പോയി ഭഗവാനെയൊക്കെ ഒന്ന് കണ്ടു വന്നു കേട്ടോ. നമുക്ക് ഈ ആധാർ കാർഡുള്ള കാരണം ഈ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർക്ക് 5 മണി മുതൽ 6 മണി വരെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നേരം നിൽക്കാണ്ട് നമുക്ക് കയറി കാണാനൊക്കെ പറ്റും. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം പോയി തൊഴുത് വന്നു. അപ്പോൾ ഭഗവാനെയൊക്കെ കണ്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. നമുക്ക് ഭഗവാന്റെ വിഗ്രഹത്തിന് മാല ചാർത്തണം. അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിവസമാണ്. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോയ്ക്കും ചാർത്താമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. വരുന്ന വഴിയിൽ തന്നെ നമ്മൾ തിരുവങ്കിടാചലപതി ക്ഷേത്രത്തിൽ കയറിയിട്ടാണ്. അപ്പോൾ അവിടെ ഗുരുവായൂർ തൊട്ടടുത്താണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത്. അപ്പോൾ എല്ലാം ഞങ്ങൾ ആ ഒരു വഴി കൂടെ പോകുമ്പോൾ ഈ ഒരു ബോർഡ് കാണുമ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കും കേട്ടോ, ഈ ഒരു അമ്പലത്തിൽ കണ്ട നാളായിട്ട് പോയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ വീട്ടിലേക്ക് ചെന്നിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ സമയമൊക്കെ ഉള്ള കാരണം ഞങ്ങൾ ആ ഒരു ക്ഷേത്രത്തിലും കൂടി കയറി പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞെങ്കിൽ സ്വർഗ്ഗവാതിൽ ഏകാദശിയാണ്. അപ്പോൾ നമ്മൾ അത് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു പുണ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. സകല ദോഷങ്ങളും മാറി പുണ്യം നേടാനായിട്ട് പറ്റിയ ഒരു ഏകാദശിയാണ് ഈ ഒരു സ്വർഗ്ഗവാതിൽ ഏകാദശി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് വരിക. അപ്പോൾ അത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ നിർജ്ജലമായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും പുണ്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിർജ്ജല ഏകാദശിയാണ് എടുത്തിട്ടുള്ളത്. നിർജ്ജല ഏകാദശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാത്ത ഏകാദശിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ വരുന്ന വഴിയാണ്. തൊട്ടടുത്ത ഒരു റോഡ് സൈഡിലായിട്ട് ഒരു വേലിയുടെ മുകളിൽ കുറേ ശംഖുപുഷ്പം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഏതായാലും അതുകൂടി പൊട്ടിച്ചിട്ട് നമുക്ക് മാല കോർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് ഇതാ വന്നിട്ട് മാല കോർക്കുകയാണ്. അപ്പോൾ ദേവിക്ക് ഇട്ട് കൊടുക്കാമല്ലോ, ആ ഫോട്ടോത്തിന് ഇട്ട് കൊടുക്കാം, മുരുകൻ്റെ ഫോട്ടോത്തിനും ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ ഓർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എന്നും അതുപോലെ ഞാൻ കുറേ ചെമ്പരത്തികൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കൂട്ടാം. 1, 2, 3 തരം ചെമ്പരത്തികളാണ് ഉള്ളത്. അവർ 2 എണ്ണത്തിൻ്റെ മുകളിൽ നിറച്ചും എന്നും നമുക്ക് വിഗ്രഹത്തിൻ്റെ മുകളിൽ വെക്കാനുള്ള പൂക്കൾ കിട്ടും. പിന്നെ ബാക്കി 2 എണ്ണം നമുക്ക് വിളക്ക് വെക്കേണ്ട സമയത്ത് ഒരു വിളക്ക് വെക്കുന്ന തട്ടിൽ വെക്കാനുള്ള പൂക്കളും കിട്ടും കേട്ടോ. അപ്പോൾ രാവിലെ മാലയൊക്കെ കോർത്തതിന് ശേഷം ഞാനിതാ ആ പൂവൊക്കെ പൊട്ടിച്ചിട്ട് വിഗ്രഹത്തിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. അതായത് രാവിലെ നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഈ ഒരു ചെമ്പരത്തി പൂക്കളൊന്നും വിരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നേരം വെളുത്തതിന് ശേഷം വിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ പൊട്ടിച്ചിട്ട് വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ മാലകളും ഭഗവാനും ദേവിയുടെ ഫോട്ടോത്തിനും ഒക്കെ ഞാൻ ചാർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലക്ഷ്മി വിളക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പൂക്കൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് അതിൻ്റെ ബാക്കിൽ ഒരു പേനയുടെ മൂടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂടി എടുത്തിട്ട് ഡബിൾ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പൂക്കളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലിങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ശരിക്കും ഇങ്ങനെ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളാണ് കേട്ടോ നോക്കണത്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് വെള്ളയപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും അമ്മയ്ക്കും പിള്ളേർക്കും വേണ്ടി മാത്രമാണ് വേണ്ടോ. അപ്പോൾ അവർക്ക് വെള്ളയപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളയപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കേണ്ട. വെള്ളയപ്പത്തിൻ്റെ ചട്ടി ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഇതിലാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ആ ഒരു വെള്ളയപ്പ ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനായിട്ട് നല്ലതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് വെള്ളയപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചോറും തേങ്ങയും ഒന്നും അരച്ചിട്ടില്ല. അത് അടിപൊളി വെള്ളയപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറിയായിട്ട് നമ്മൾ ചെറുപയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ചെറുപയർ ഉപ്പേരിയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒരു കറി പോലെ ഉണ്ടാക്കിയിട്ട് വെള്ളയപ്പത്തിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറുപയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുളകിട്ടിട്ട് പിള്ളേർക്ക് കൊടുക്കും ചെയ്യാം. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ കറി തലേ ദിവസത്തെ ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ തിരുവാതിര ഉത്സവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ അമ്മയൊക്കെ അവിടെ പോയി കഴിക്കാറുണ്ട്. അപ്പോൾ അടുക്കളപ്പണി അതോടുകൂടി കഴിച്ച് വയ്ക്കാം, ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ്. അപ്പോൾ വൈകുന്നേരം ഇന്ന് നമ്മൾ ഉപ്പുദീപം വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്, ഏകാദശിയുമാണ്. അപ്പോൾ നമ്മൾ ഉപ്പുദീപം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പഞ്ചഗവ്യ വിളക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വിളക്ക്
കത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് കത്തിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കത്തിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നെഗറ്റീവ് എനർജികളൊക്കെ പോകാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഉപ്പുദീപത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏകാദശി ദിവസത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ ഏകാദശി പാരണ വീട്ടുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.